സഹപാഠിയായിരുന്ന പെൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊലപ്പെടുത്തിയ ക്രൂരത. 6 വർഷം മുൻപ് കേരളം നടുങ്ങിപ്പോയ കവിത മർഡർ കേസ്. അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരനെന്ന് ഇന്ന് കണ്ടെത്തി. കൊലയാളിയുടെ ശിക്ഷ മറ്റന്നാൾ വിധിക്കും. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ 1 വർഷം മുൻപാണ് വിചാരണ തുടങ്ങിയത്. ആസിഡ് ആക്രമണം പോലെ നാടിനെ നടുക്കിയ കൊടും ക്രൂരത, അതും പട്ടാപ്പകൽ നടുറോഡിൽ. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ആ കാഴ്ച കണ്ടവരൊക്കെ അലമുറയിട്ടു. ചിലരെല്ലാം നിലവിളിച്ചു കൊണ്ടോടി. കേസിൽ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ സംശയലേശമന്യേ തെളിഞ്ഞു. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കോടതി വിധി പറഞ്ഞപ്പോൾ പ്രതി അജിൻ ജെറി മാത്യുവിന് ഭാവഭേദം ഏതുമില്ലായിരുന്നു. മാർച്ച് മാസം 12-ാം തീയതി രാവിലെ 9:15 സംഭവം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിന്നാലെ എത്തിയ പ്രതി കവിതയെ തടഞ്ഞു നിർത്തുന്നു. തർക്കത്തിനൊടുവിൽ അടിവയറ്റിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയുമായിരുന്നു. ബസ് ഇറങ്ങി MLT പഠിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകവെയാണ് കവിത ആക്രമിക്കപ്പെട്ടത്. സംസാരത്തിനിടെ കുമ്പനാട് സ്വദേശി അജിൻ ജെറി മാത്യു കവിതയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചു. ഓടി രക്ഷപ്പെടാനുള്ള സാവകാശം കിട്ടിയില്ല. പൊടുന്നനെ തീ ആളിപ്പടർന്നു. അലറി വിളിച്ച കവിത തൊട്ടടുത്ത നിമിഷം റോഡിലേക്ക് തന്നെ വീണു. സമചിത്തത വീണ്ടെടുത്ത ചിലർ ഓടിയെത്തി. കൂട്ടായ ശ്രമത്തിലൂടെ തീ കെടുത്തി. വാഹനത്തിൽ കവിതയെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിലുള്ള വിരോധമാണ് അക്രമത്തിന് കാരണമായത്. ാണ് കൃത്യം ചെയ്യുന്നത്. 7:30 പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ ഉൾപ്പെടെയുള്ള 3 കുപ്പിയിലായി പെട്രോൾ മേടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രതി കത്തി ഉൾപ്പെടെ ബാഗിൽ കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം തന്നെ കൃത്യം ചെയ്യാൻ വേണ്ടി തന്നെ കരുതി കൂട്ടി വന്നതാണെന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് 6-ാം തീയതിയാണ് 341 302 പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തി 6-ാം തീയതി ഹിയറിംഗ് ഓൺ സെന്റൻസ് ചെയ്തു. സുഹൃത്തിനൊപ്പമാണ് പ്രതി സ്ഥലത്തെത്തിയത്. ശേഷം ഇന്ധന പമ്പിലെത്തി 3 കുപ്പികളിലായി പെട്രോൾ വാങ്ങി. ATM കാർഡ് ഉപയോഗിച്ചാണ് ഇന്ധനം വാങ്ങിയത്. ശേഷം കവിതയെ കാത്ത് വഴിയോരത്ത് നിന്നു. കേസിൽ പ്രധാന തെളിവായത് CCTV ദൃശ്യങ്ങളാണ്. കവിത ആക്രമിക്കപ്പെടുന്നത് ഇതിൽ വ്യക്തമായിരുന്നു. ഇന്ധന പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രതിയുടെ ആസൂത്രണത്തിന് തെളിവായി. ATM കാർഡ് ഉപയോഗിച്ച് നടത്തിയ പണമിടപാട് ഇന്ധനം വാങ്ങിയതിന് മറ്റൊരു രേഖയായി മാറി. കവിതയും അജിനും തമ്മിലുള്ള ചാറ്റുകളുടെ വിവരങ്ങളും ഇരുവർക്കുമിടയിലുള്ള സൗഹൃദവും പിണക്കവും പറയുന്നതായി മാറി. ദൃക്സാക്ഷികളായി ചേർക്കപ്പെട്ടവർ കോടതിയിൽ കണ്ട കാര്യങ്ങൾ അപ്പാടെ വെളിപ്പെടുത്തുകയും ചെയ്തു. പരമാവധി ശിക്ഷ അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രായം അനുസരിച്ചായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനൊക്കെയാ. ഈ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളായിരുന്നു. എന്തിനാണ് ഇങ്ങനെ അടിച്ചോമയായിരുന്നു അച്ഛൻ. എനിക്കൊന്നും പറയണ്ട. മകൾക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റുവെന്നാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചത്. അവർ ആശുപത്രിയിലെത്തി. അവിടെ കണ്ടത് നെഞ്ചു തകരുന്ന കാഴ്ചകളായിരുന്നു. പോലീസിനോട് കവിത കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അജിൻ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നും താനത് നിഷേധിച്ചെന്നുമാണ് അവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത്. പ്രതീക്ഷയുണ്ട്. അന്ന് മോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാണ്. പയ്യനെ നേരത്തെ അറിയാമോ ഇങ്ങനെ ഉപദ്രവം വല്ലതും ഉള്ളതായിട്ട് മകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. കവിതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ. ഇതാണ് പ്രതി അജിൻ റെജി മാത്യു പദ്ധതിയിട്ടിരുന്നത്. അക്രമത്തിന് ശേഷം സ്ഥലത്ത് തുടർന്ന പ്രതിയെ കൈകൾ ബന്ധിച്ച് നാട്ടുകാർ പോലീസിന് കൈമാറുകയായിരുന്നു. 70% പൊള്ളലേറ്റ കവിത ഏതാനും ദിവസം നീണ്ട ചികിത്സകൾക്കൊടുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.